സുഹൃത്തുക്കളെ, ബിയോണ്ട് ടെക്സ്റ്റ് ബുക്കിൻ്റെ അടുത്ത എപ്പിസോഡ് നമ്മൾ സീഡ് സീരീസ് ആണല്ലോ കണ്ടിന്യൂ ചെയ്തത്. ആദ്യം നമ്മൾ ചിയ സീഡ് ചെയ്തു, പിന്നെ ഫ്ലാക്സ് സീഡ് ചെയ്തു, പിന്നെ സബ്ജ സീഡ് ചെയ്തു, പിന്നെ പംകിൻ സീഡ് ചെയ്തു. ഇന്ന് നമ്മൾ ചെയ്യണത് സൺഫ്ലവർ സീഡാണ്. സൺഫ്ലവർ സീഡ്. ഇനി നമുക്ക് ആദ്യം സൺഫ്ലവർ പ്ലാന്റിനെ കുറിച്ച് പറയാം. ഇതൊരു ഹെർബാണ്, ചെറിയ ചെടിയാണ്, ഗാർഡൻ പ്ലാന്റ് ആണ്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഹീലിയാന്തസ് അന്യൂസ് എന്നാണ്. ഇതിൻ്റെ കുടുംബ പേര് ആസ്ട്രേസി എന്ന് പറയും, അല്ലെങ്കിൽ പഴയ പേര് കമ്പോസിറ്റ്. ഈ ഫാമിലിയിൽ കുറേ ഗാർഡൻ പ്ലാന്റ് ഉണ്ട്. പ്ലാന്റുകൾ നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാവും. ആസ്റ്റർ ഉണ്ട്, സീനിയുണ്ട്, ഡാലിയുണ്ട്, മാരിഗോൾഡ് ഉണ്ട്, കലൻഡുല ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ലെറ്റ്യൂസ് പ്ലാന്റും ഇതിൽ തന്നെയാണ് വരുന്നത്. ഇനി ഒരു സൂര്യകാന്തി ഫ്ലവർ എന്ന് നമ്മൾ പറയണത് ഇതാണ്. ഇതൊരു ഡ്യൂപ്ലിക്കേറ്റാണ്. ഒറിജിനൽ ഫ്ലവർ ഇതാണ്. ഇത് ഇങ്ങനെ കിട്ടാൻ കാരണം അതിന് വലിയ ഫ്ലവേഴ്സ് ഉണ്ട്, അതൊക്കെ കൊഴിഞ്ഞു പോയി തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഒരെണ്ണം കിട്ടി. ഇതാണ് ഒറിജിനൽ ഫ്ലവർ. ഇതിനെ സീഡായിട്ടുള്ളതും ഈ ഫ്ലവറിൻ്റെ പല ഫോട്ടോസും ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്, നമുക്ക് നോക്കി കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഒറിജിനൽ ഫ്ലവർ കേട്ടോ. ഞാൻ കൺവീനിയൻസിന് വേണ്ടി ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവർ നിങ്ങളെ കാണിക്കുന്നു. ഇത് ശരിക്കും ഫ്ലവറല്ല, ഇത് പൂങ്കുലയാണ്. എങ്ങനെയാണിത് പൂങ്കുലയാവണമെന്ന് പറഞ്ഞുതരാം. ഇതിൽ 2 സെറ്റ് ഫ്ലവേഴ്സ് ഉണ്ട്. ചെറിയ ഫ്ലവേഴ്സാണ്. ഒന്ന് ഈ പുറത്ത് കാണുന്നത്, ഇതിനെ വിളിക്കും റേ ഫ്ലോററ്റ്സ്. ചെറിയ ഫ്ലവേഴ്സിന് വിളിക്കുന്ന പേരാണ് ഫ്ലോററ്റ്സ്. ഉള്ളിൽ തന്നെ പറയും ഡിസ്ക് ഫ്ലോററ്റ്സ്. ഈ യെല്ലോ ഫ്ലോററ്റ്സ് മെയിനായിട്ട് അട്രാക്ഷന് വേണ്ടിയിട്ടാണ്. സീഡും മറ്റുള്ള കാര്യങ്ങളും ഉള്ളിൽ നിന്നാണ് വരിക, ഡിസ്ക് ഫ്ലോററ്റ്സിൽ നിന്നാണ് ഇത് വരിക. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ പൂങ്കുലയാണ്, ഒറ്റ ഫ്ലവർ അല്ല കേട്ടോ. നിങ്ങൾക്ക് ഐഡിയ പിടികിട്ടിയെന്ന് വിചാരിക്കണം. ഇനി നമുക്ക് നോക്കാനുള്ളത് ഒരു 100 ഗ്രാം ഈ സൺഫ്ലവർ സീഡ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡിനോമിനേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഏകദേശം ഒരു 540 കിലോ കാലറിയാണ് വരിക. അതുപോലെ തന്നെ ഫാറ്റ് ഏകദേശം ഒരു 52 ഗ്രാം ഉണ്ട്. അത് അൺസാച്ചുറേറ്റഡും മോണോ അൺസാച്ചുറേറ്റഡും പോളി അൺസാച്ചുറേറ്റഡുള്ള ഫാറ്റി ആസിഡ്സ് ഉണ്ട്. പ്രോട്ടീൻ ഉണ്ട്, ഒരു 21 ഗ്രാം പ്രോട്ടീൻ വരും. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സ് 20 ഗ്രാം വരും. ഡയറ്ററി ഫൈബേഴ്സ് 9 ഗ്രാം വരും. ഷുഗർ 3 ഗ്രാം വരും. അതുപോലെ തന്നെ മോയ്സ്ചർ ഒരു 6 ഗ്രാം വരും. ഇതിൽ വിറ്റാമിൻസ് ഉണ്ട്, മെയിനായിട്ട് B6ഉം വിറ്റാമിൻ ഇയും, അതുപോലെ മിനറൽസ് മഗ്നീഷ്യം, മാഗ്നീസ്, ഫോസ്ഫറസ്, കോപ്പർ, സെലീനൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ്, ഇതെങ്ങനെയാണ് കഴിക്കേണ്ടത്, ഇത് എത്ര കഴിക്കണം, ഇവ കാര്യങ്ങൾ ഞാൻ അടുത്ത എപ്പിസോഡിൽ ഇട്ട് തരാം. എന്തായാലും നിങ്ങൾക്ക് ഈ സൂര്യകാന്തി, ഇത് ഒറിജിനൽ ഫ്ലവർ, ഇത് ആർട്ടിഫിഷ്യൽ ഫ്ലവർ കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ബിയോണ്ട് ടെക്സ്റ്റ് ബുക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിർത്തട്ടെ, മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. സോ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.